ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. ഞാനിപ്പോൾ ഉള്ളത് നിസരി ജംഗ്ഷനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ല റീച്ച് തുടങ്ങണതാണ് രാമനാട്ടുകര പാലം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിസരി ജംഗ്ഷനിൽ നമ്മൾ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ കടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അത് നിസരി ജംഗ്ഷനിലാണ്. ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ട്യൂബുലർ മാർക്കർ പൊട്ടിപ്പോയിരുന്നത്, കാരണം വാഹനം കയറിയിട്ട്. അപ്പോൾ ഇത് രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞുള്ള സ്ഥലം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, മഴക്കാലമാണ്. വാഹനങ്ങൾ അധികം സ്പീഡിൽ നിങ്ങൾ ഓടിക്കാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിയാൽ പോലും കിട്ടുകയില്ല, അത്രയും വേഗതയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നിസരി ജംഗ്ഷൻ. ഈ നിസരി ജംഗ്ഷനിലാണ് ഏറ്റവും കൂടുതൽ ട്യൂബുലർ മാർക്കർ പൊട്ടിയത്. കാരണം ഇവിടെ എൻട്രിയും എക്സിറ്റ് ഈ മെർജിങ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറയുന്നത് തന്നെ നമ്മൾ ഇടിമുഴിക്കൽ ഭാഗത്തേക്ക്, അതുപോലെ തന്നെ കാക്കഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപ് കോഴിക്കോട് ഭാഗത്ത് എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിൽ കൂടെ വരണം. പക്ഷെ അത് പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ടാണ് അവരിവിടെ വന്നിട്ട് കയറുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ശരിക്ക് ആറുവരിപ്പാതയിലേക്കുള്ള എൻട്രിയാണ്. കാരണം രാമനാട്ടുകരയിൽ നിന്ന് സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് നേരെ ആറുവരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരു എക്സിറ്റ്, കാരണം ഇവിടെ ഈ എക്സിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് വലിയ വിഷയം. അടുത്ത എക്സിറ്റ് നിങ്ങൾക്ക് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിയാർമാട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും ദൂരം എക്സിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ പലരും തെറ്റിയിട്ട് ഇവിടുന്ന് മെർജിങ് പോയിന്റ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നത്. അതുകൊണ്ട് അപകടം ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ട്യൂബുലർ മാർക്കർ ഫുൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു അപകടം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് ഈ ആറുവരിപ്പാത പലരും ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെർജിങ് പോയിന്റ് അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറേൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ ആറുവരിപ്പാത ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെയധികം അപകടം സൃഷ്ടിക്കുന്ന കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഈ മെർജിങ് പോയിന്റിൽ ഇപ്പോൾ നിങ്ങൾ എക്സിറ്റ് ഉള്ള സ്ഥലത്ത് എൻട്രി എടുക്കുന്നുണ്ട്, എൻട്രി ഉള്ള സ്ഥലത്ത് എക്സിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ ഓണായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഫൈൻ വരുന്നതായിരിക്കും. കണ്ട, ഈ വാഹനങ്ങൾ ഫുള്ള് രാമനാട്ടുകരയിൽ നിന്നും മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ. വെച്ചാൽ രാമനാട്ടുകര കഴിഞ്ഞ് നിസരി ജംഗ്ഷൻ കടന്നു പോകുന്ന വാഹനങ്ങൾ. ഇവർക്കൊക്കെ ശരിക്കും ആറുവരിപ്പാതയിലേക്ക് എൻട്രി എടുക്കാനുള്ള സ്ഥലം ഇതാണ്. പക്ഷേ ഇവിടെ ആയിരുന്നു പല സംഭവങ്ങളുണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് ആറുവരിപ്പാതയിൽ നിന്നും എക്സിറ്റ് വരെ, എന്ന് വെച്ചാൽ സർവീസ് റോഡിലേക്ക് വരെ എക്സിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എടുത്തു പറയാനുള്ള കാര്യം, നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക കേട്ടോ. നിയമങ്ങൾ പാലിച്ച് യാത്ര നമുക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു ഫൈൻ വരില്ല. പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ എന്താ പറയുക, അധികം സ്പീഡിൽ പോകരുത്. കാരണം ചവിട്ടിയാൽ പോലും പല സ്ഥലത്തും അപകടങ്ങൾ അങ്ങനെ ഉണ്ട്. കാരണം ചില സ്ഥലത്ത് വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ അവിടെ വരുന്ന സമയത്ത് വണ്ടി ഒന്ന് സ്ലോ ആകും, നിങ്ങൾ ബ്രേക്ക് ചവിട്ടും, അപ്പോഴാണ് സ്കിഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിസരി ജംഗ്ഷൻ്റെ അവിടെയുള്ള ട്യൂബുലർ മാർക്കർ മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് അറിയില്ല. ഇനി രണ്ടാമത് ഫിറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ചിലർ പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് ട്യൂബുലർ മാർക്കറൊക്കെ പോയിട്ട് ഇവിടെ ഇരുമ്പിൻ്റെ വെക്കണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.